ഹലോ, അപ്പോൾ ഇന്ന് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പാൽക്കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗീയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അളവ് കറക്റ്റ് ആയിരുന്നാൽ നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. 1 കപ്പ് പത്തിരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതിയായിരിക്കും. എന്നിട്ട് ഇതുപോലെ സ്പാറ്റിൽ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് പരുവെന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും വളരെ കുറച്ച് മാവെടുത്തിട്ട് ഒന്നുകിൽ ഉരുള പോലെ പിടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് പിടിയായിട്ട് ഇടാം കേട്ടോ. അതിനെയാണ് ഈ പിടി എന്ന് പറയുന്നത്, കൈ കൊണ്ട് പിടിച്ചിടുക. അപ്പം ഞാനിവിടെ ചെറിയ ചെറിയ പിടികളായിട്ടാണ് ഉണ്ടാക്കിയിടുന്നത്, നമുക്ക് കഴിക്കാനായിട്ട് എളുപ്പത്തിന്. ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള പിടിയായിരിക്കും. ഒറിജിനൽ കൊഴുക്കട്ടയുടെ വലിപ്പം തന്നെ കാണും. 1-2 കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് ഫുള്ളായി പോകും കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനിതുപോലെ ചെറിയ ചെറിയ പിടികൾ ഉണ്ടാക്കിയിടുന്നത്. ഞാനിവിടെ ആദ്യം പാലിലാണ് വേവിക്കുന്നത്. ആദ്യം ഒരു 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ തന്നെ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്കൊരു 3-4 ഏലക്ക തല്ലിയിട്ടിടുക. ഏലക്കയുടെ ഫ്ലേവർ നല്ലപോലെ വേണം കേട്ടോ. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കാം. പിടി ഇട്ട് കൊടുത്തിട്ട് മെല്ലെ വേണം ഇളക്കാനായിട്ട് കേട്ടോ. ആദ്യമേ നല്ല ഹാർഷായിട്ട് ഇളക്കരുത്, അപ്പോൾ പൊട്ടിപ്പോവും. അപ്പം മെല്ലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാനായിട്ട് വെക്കുക. ഈ സമയത്ത് ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഗീ ഇട്ട് കൊടുത്ത് 2 നേന്ത്രപ്പഴം ഒന്ന് വാട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ വാട്ടിയ നേന്ത്രപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് വേണം കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഈ നേന്ത്രപ്പഴവും ഈ പിടിയെല്ലാം വെന്തിട്ടുമുണ്ട്. നല്ലപോലെ ഒന്ന് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കുറുകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തിക്കാവും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, അത് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് വെറുതെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ലേശം തേങ്ങ വിതറി കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു തേങ്ങ കടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് മാത്രമല്ല, അതിൽ കിടക്കുന്ന പഴമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണൊന്നും ഉണ്ടാക്കിയില്ല. നമുക്ക് ഡോമറ്ററിയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് നാട്ടിൽ പോകുന്നുണ്ട്. അവനാണെങ്കിൽ എന്തോ ഒരു ടോയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ സൽമാന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് മൂപ്പര് കേട്ടോ. അപ്പോൾ അവൻ പോകുമ്പോഴത്തേ അവന് സാലറിയൊക്കെ കൊടുക്കണം, പിന്നെ അവിടെ എല്ലാം ഒന്ന് നോക്കണം, വേറൊരാൾക്ക് കൈമാറണം ജോലി. അതുകൊണ്ട് ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ലോഡ്ജിലായിരുന്നു. അപ്പോൾ അവനെ പറഞ്ഞു വിട്ട് മറ്റേ ആൾക്ക് ജോലിയെല്ലാം കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റായിട്ടേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സാധാരണ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ തവയിൽ നിന്ന് ദോശ ഇളകി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ടിപ്പ് ചെയ്യലുണ്ട്, അതും കൂടെ കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ വിചാരിച്ച്. ദോശ തവ നല്ലപോലെ ചൂടായിരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെക്കുക. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് നല്ലപോലെ ഒന്ന് മുക്കിയിട്ട് ഈ ദോശ തവയിൽ തടവി കൊടുക്കുക. അങ്ങനെ 3-4 തവണ തടവണം കേട്ടോ. തടവി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓയിൽ പോലും അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല. സാധാരണ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് ഇളകി വരും കേട്ടോ. പിന്നെ നമ്മൾ ഫുൾ ദോശയും ചുട്ടെടുക്കുന്നവരെയും ഓയിൽ ഇടേണ്ടി വരത്തില്ല, മുട്ട ഇടേണ്ടി വരത്തില്ല. പിന്നെ മുട്ട വേസ്റ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുട്ട അടിച്ചതിന് കുറച്ച് എടുത്തിട്ട് ബാക്കി നമ്മൾ ഓംലെറ്റോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. അപ്പോൾ ദോശയുടെ കൂടെ സാധാരണ ഒരു ചട്നി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. റെഡ് കളർ ചട്നിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആരും അങ്ങനെ കഴിക്കാറില്ല, ഒരു ദോശയൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.